ടു ഈസ് ഇംഗ്ലീഷ്. നമുക്കിന്ന് ഒരു പോഡ്കാസ്റ്റിൻ്റെ ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഫ്രം ദ മെമ്മോ. മെമ്മോയിൽ നിന്നും ഈ ഒരു എക്സെപ്റ്റ് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മുടെ ഷ്പിൽമാനും ജർമ്മൻ ഓഫീസറും തമ്മിൽ ഏകദേശം അവസാന ഭാഗത്ത് സംസാരിക്കുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ അവരുടെ കോൺവെർസേഷനാണ് ഈ വരുന്നത്. സോ ഈ ഒരു ഭാഗം വായിച്ചുകൊണ്ട് റേഡിയോ പോഡ്കാസ്റ്റിലെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് ക്വസ്റ്റ്യൻ. സോ ചോദ്യം ഇതാണ്: ആഫ്റ്റർ സർവൈവിങ് ദ വാർ, യുദ്ധത്തിൽ കൊല്ലപ്പെടാതെ അതിനെ അതിജീവിച്ചതിന് ശേഷം ഷ്പിൽമാൻ ഈസ് ബാക്ക് അറ്റ് പോളിഷ് റേഡിയോ എഗെയിൻ. അദ്ദേഹം പോളിഷ് റേഡിയോയിൽ വീണ്ടും സജീവമാകുന്നു. ഇമാജിൻ യു ആർ എ പോഡ്കാസ്റ്റർ ആൻഡ് ഷ്പിൽമാൻ അഗ്രീസ് ടു ഡു എ പോഡ്കാസ്റ്റ് എപ്പിസോഡ് വിത്ത് യു. അപ്പോൾ പോഡ്കാസ്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് അറിയാം, തുറന്നു കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ കുറച്ച് ഒരു ഇൻഫോർമലായിട്ട് എന്നാൽ കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന, അല്ലെ മൈക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട്, അല്ലേ ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളം പോഡ്കാസ്റ്റുകളുണ്ട്. സോ അതുപോലെ നിങ്ങൾ പോഡ്കാസ്റ്ററാണ്, അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എക്സ്പീരിയൻസ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പാർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് പോഡ്കാസ്റ്റ് അങ്ങനെ ഒരുപാട് പോകും. അദ്ദേഹത്തിൻ്റെ ആ എക്സ്പീരിയൻസ് ആണ് വലുതാണ്. പക്ഷേ ഈ ഒരു പാർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പോഡ്കാസ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ടേക്കിംഗ് ക്യൂസ് എന്ന് പറഞ്ഞാൽ ക്ലൂസ് തന്നെയാണ്. ഫ്രം ദ എക്സെപ്റ്റ് പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് എ റേഡിയോ പോഡ്കാസ്റ്റ്. അങ്ങനെ ക്യൂസ് എടുത്തുകൊണ്ട് ഈ ഒരു പോഡ്കാസ്റ്റ് തയ്യാറാക്കാനാണ്. സോ അതിൻ്റെ ഒരു മോഡൽ ഞാൻ ഇതിൽ ഇപ്പോൾ കാണിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തോളണമെന്നില്ല, അതൊരു മോഡൽ മാത്രമാണ്. ഇതുപോലെ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് അതിനെ കൊണ്ടുപോകാം. പക്ഷേ ആ ഒരു മെയിൻ ടോപ്പിക് അതിൽ നിന്നും വ്യതിചലിക്കരുത്, മാറരുത്, എത്രയോ നോക്കാം. ഇവിടെ ഹോസ്റ്റ് എന്ന് കൊടുത്തതാണ് പോഡ്കാസ്റ്റർ, അതായത് നിങ്ങൾ. അപ്പോൾ ഷ്പിൽമാന് താഴെ അതിന് റിപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കാം. ഹോസ്റ്റ്: ഫൈനലി ദ ടെറിഫിക് വാർ ഈസ് ഓവർ. അവസാനം വലിയൊരു വിപത്ത്, ഭയങ്കരമായൊരു യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ബട്ട് വി ആർ യെറ്റ് ടു റിക്കവർ. പക്ഷെ നമ്മൾ ഇനിയും സമയമെടുക്കും അതിന് റിക്കവർ ആവാൻ. ഫ്രം ദ അട്രോസിറ്റീസ്, ക്രൂരതകൾ, വി ഹാവ് വിറ്റ്നസ്ഡ്, നമ്മൾ സാക്ഷ്യം വഹിച്ച. അപ്പോൾ നമ്മൾ കണ്ട ആ വലിയ പ്രയാസങ്ങളും ക്രൂരതകളും അതിജീവിച്ച് നമ്മളതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതിൽ നിന്നും മാനസികമായിട്ട് മോചിപ്പിക്കാൻ നമ്മൾ മാനസികമായിട്ട് നമ്മളൊന്ന് ഉണർന്നു വരാൻ, അതിജീവിക്കാൻ നമ്മൾ കുറച്ചും കൂടെ സമയമെടുക്കും. ബട്ട് ദ വാർ ഹാസ് ലെഫ്റ്റ് എ നമ്പർ ഓഫ് സർവൈവൽ സ്റ്റോറീസ്. പക്ഷേ ഈ യുദ്ധം നമുക്കൊരുപാട് സർവൈവൽ സ്റ്റോറീസ് നൽകി, ഒരുപാട് പേരുടെ അതിജീവനത്തിൻ്റെ കഥകൾ നൽകി. വിച്ച് വിൽ ഡെഫിനിറ്റ്ലി ഇൻസ്പയർ ദ മില്യൺസ് ഇൻ ദ കമ്മിങ് ഡിക്കേഡ്സ്. ഇനി വരാൻ പോകുന്ന ഡിക്കേഡ്സ്, വർഷങ്ങൾ, അതായത് 10 വർഷം ഒരു ഡിക്കേഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ ഇനി വരുന്ന പതിറ്റാണ്ടുകളിൽ ഒരുപാട് പേരെ അത് ഇൻസ്പയർ ചെയ്യുമെന്നത് ഉറപ്പാണ്. ജോയിനിങ് അസ് ടുഡേ ഈസ് വോഡിസ്ലാവ് ഷ്പിൽമാൻ. ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത് വോഡിസ്ലാവ് ഷ്പിൽമാൻ ആണ്, ദ പോളിഷ് റേഡിയോ പിയാനിസ്റ്റ്, ഹു ഈസ് ഷെയറിംഗ് വിത്ത് us ഹിസ് മിക്സ്ഡ് എക്സ്പീരിയൻസസ് ഡ്യൂറിങ് ദ ജർമ്മൻ ഒക്യുപ്പേഷൻ ഓഫ് വാർസോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിക്സ്ഡ് എക്സ്പീരിയൻസസ്, നല്ലതും മോശമായ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യും. വാർസോയിൽ ജർമ്മൻ അധിനിവേശ സമയത്ത്, ജർമ്മനി വാർസോ പിടിച്ചടക്കിയ ഒരു സമയത്ത്. ഇതിൻ്റെ ചോദ്യമാണ്: You've already told in many occasions about the support and care you've got from the German military officer. നിങ്ങൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും, ഒരു പക്ഷേ അദ്ദേഹം ആദ്യം നൽകുന്ന പോഡ്കാസ്റ്റ് അല്ല ഇത് എന്ന് സങ്കല്പിക്കുക. മറ്റു തവണ അല്ലെങ്കിൽ ഇൻ്റർവ്യൂയിലോ പോഡ്കാസ്റ്റിലോ ഒക്കെ ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇനി ഹൗ ഡു യു റീകലക്ട് ഇറ്റ്? എങ്ങനെയാണ് നിങ്ങൾ ഓർക്കുന്നത് ആ ഒരു സപ്പോർട്ട്, ആ ഒരു കെയർ നിങ്ങൾക്ക് കിട്ടിയത് ആ ജർമ്മൻ ഓഫീസറുടെ അടുത്ത് നിന്ന്? അപ്പോൾ ഷ്പിൽമാൻ പറയാണ്, വെൽ ഹിസ് നെയിം വാസ് വിൽം ഹോസൻഫെൽഡ്. അദ്ദേഹത്തിൻ്റെ പേര് വിൽം ഹോസൻഫെൽഡ് എന്നാണ്. ഹി റിസ്കിങ് ഹിസ് ഓൺ ലൈഫ് ട്രൈഡ് ടു സേവ് മീ. അദ്ദേഹം തൻ്റെ ജീവിതം റിസ്ക് എടുത്തുകൊണ്ടാണ് എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത്. ഹി വാസ് ലൈക്ക് എൻ ഏഞ്ചൽ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് കെയോസ് ആൻഡ് ഡിസോർഡർ. അപ്പോൾ അദ്ദേഹം ഒരു ഏഞ്ചൽ, മാലാഖയെ പോലെ ആയിരുന്നു. കെയോസിൻ്റെയും ഡിസോർഡറിൻ്റെയും ഇടയിൽ അദ്ദേഹം ഒരു മാലാഖയെ പോലെ വന്ന് ഹു ബ്രോട്ട് റേ ഓഫ് ഹോപ്പ് ടു മീ. എന്നിലേക്ക് റേ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ കിരണം കൊണ്ടുവന്ന ഒരു മാലാഖയായിരുന്നു അദ്ദേഹം. ഇനി ഹോസ്റ്റ് ചോദിക്കുകയാണ്, ഹൗ ഡിഡ് ഹി ഹെൽപ്പ് യു? അദ്ദേഹം എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തത്? ഷ്പിൽമാൻ പറയാണ്, ഹി വാസ് എംപത്തറ്റിക് ആൻഡ് കെയറിങ് ആൻഡ് റിക്വസ്റ്റഡ് മീ ടു ലീവ് ഫോർ എ സേഫർ പ്ലേസ് വിച്ച് ഐ ഡിനൈഡ്. അദ്ദേഹം ആദ്യം എന്നോട് പറഞ്ഞത്, അദ്ദേഹം വളരെ എംപത്തറ്റിക് ആയിരുന്നു, കെയറിങ് ആയിരുന്നു. അദ്ദേഹം ആദ്യം എന്നോട് പറഞ്ഞത് കുറച്ചുകൂടെ സേഫായ സ്ഥലത്തേക്ക് മാറാനാണ്. അത് ഞാൻ എന്നാൽ എതിർത്തു, ഞാൻ നോ എന്ന് പറഞ്ഞു.
ദെൻ ഹി ബ്രോട്ട് മീ ലോവ്സ്. അപ്പോൾ അവിടെ നിൽക്കാൻ കണ്ടപ്പോൾ അദ്ദേഹം എനിക്ക് എന്ത് തന്നു? ലോവ്സ്, ബ്രെഡ് കൊണ്ടുവന്നു, ജാം കൊണ്ടുവന്നു ടു ഈറ്റ്. ആൻഡ് ഹി ഈവൻ ഗേവ് മീ ഐഡർ ഡൗൺ. തണുപ്പുന്ന രക്ഷനാട്ടൻ ഐഡർ ഡൗൺ നൽകി. എന്താണ്, ഒരു പുതപ്പായിട്ട് ഉപയോഗിക്കാൻ ബെഡ്ഷീറ്റ് എനിക്ക് കൊണ്ടുവന്നു, ഐഡർ ഡൗൺ. ആൻഡ് ഹിസ് ഓൺ മിലിറ്ററി ഓവർകോട്ട് നൽകി ടു സർവൈവ് ഇൻ ദ ഫ്രോസ്റ്റിനെ അതിജീവിക്കാൻ, മഞ്ഞിനെ അതിജീവിക്കാൻ അദ്ദേഹം എനിക്ക് അതെല്ലാം നൽകി. അപ്പോൾ ഹോസ്റ്റ്, വെൻ ഡിഡ് ഹി ലീവ് യു? അദ്ദേഹം എപ്പോഴാണ് നിങ്ങൾ വിട്ടു പിരിഞ്ഞത്? ഷ്പിൽമാൻ പറയാണ്, വെൻ ജർമ്മനി വർ ഡിഫീറ്റഡ്. ജർമ്മനി പരാജയപ്പെട്ടപ്പോൾ ദേ ലെഫ്റ്റ് വാർസോ. അവരെല്ലാം വാർസോ വിട്ടുപോയി. സർപ്രൈസിംഗ്ലി, എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ബിഫോർ ലീവിങ് ഹി ബ്രോട്ട് മീ മോർ ലോവ്സ് ദാൻ യൂഷ്വൽ. സാധാരണ കൊണ്ടുവരാറുള്ള അദ്ദേഹം എനിക്ക് ലോവ്സ് കൊണ്ടുവന്നിരുന്നു, പക്ഷെ പോകാൻ നേരത്ത് ഇനി വരില്ലല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം അതുവരെ കൊണ്ടുവന്നതിൽ കൂടുതൽ ലോവ്സ്, ബ്രെഡ് എനിക്ക് കൊണ്ടുവന്നു. ഹി ഡിൻ ഫോർഗെറ്റ് മീ. അദ്ദേഹം മറന്നില്ല എന്നെ. ഈവൻ വൈൽ ഹി വാസ് ബിസി വിത്ത് ലീവിങ് ഫോർ ഹിസ് ഹോം. അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് പോലും അദ്ദേഹം എന്നെ മറന്നില്ല. ഇല്ല ഹോസ്റ്റ്, വാട്ട് വേർ യുവർ ഫൈനൽ വേർഡ്സ് ടു ഹിം? നിങ്ങൾ അവസാനമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകൾ എന്താണ്? ഷ്പിൽമാൻ, ഐ വാസ് നെയ്വ്. നെയ്വ് എന്ന് പറഞ്ഞാൽ, അതൊക്കെ നമ്മൾ മുമ്പ് പല വീഡിയോയിൽ പറഞ്ഞതാണ്. നെയ്വ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത, അതല്ലെങ്കിൽ അത്ര പക്വതയില്ലാത്തൊരു ആൾ. അപ്പോൾ അത്ര പക്വതയില്ലാത്തൊരു സമീപനമായിരുന്നു എൻ്റേത്. ഐ ഗേവ് ഹിം മൈ നെയിം ആൻഡ് അഡ്രസ് സോ ദാറ്റ് ഹി കുഡ് കോൺടാക്ട് മീ ഇഫ് നീഡഡ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ അഡ്രസ്സും പേര് ഞാൻ നൽകിയിരുന്നു. സ്മൈൽ വാസ് ഹിസ് റിപ്ലൈ. അദ്ദേഹത്തിൻ്റെ റിപ്ലൈ പുഞ്ചിരിയായിരുന്നു. സച്ച് എ ജെന്റിലി ഫോം. അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അല്ലേ ഹോസ്റ്റ്, വാട്ട് കംസ് ടു യുവർ മൈൻഡ് വെൻ യു തിങ്ക് അബൌട്ട് ഹിം? അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലേക്ക് വരുന്നത് എന്താ? ഷ്പിൽമാൻ പറയാണ്, ലെറ്റ് മീ കോട്ട് ഹിസ് പവർഫുൾ വേർഡ്സ് വിച്ച് ഹെൽപ്ഡ് മീ സർവൈവ്. എന്നെ സർവൈവ് ചെയ്യാൻ, അതിജീവിക്കാൻ സഹായിച്ച അദ്ദേഹത്തിൻ്റെ പവർഫുൾ വേർഡ്സാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരിക. അപ്പോൾ അതെന്താണ്? ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ദിസ് ഇൻഫേർണോ മീൻസ് ഹെല്ലിഷ് പ്ലേസ് എന്നാണ് ടെക്സ്റ്റിൽ കൊടുത്ത മീനിങ്. ഹെല്ലിഷ് പ്ലേസ്, നരകം തന്നെ. നരകം പോലെയുള്ള ഈ സ്ഥലം നീയും ഞാനും അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഹോസൻഫെൽഡ് പറഞ്ഞതാണത്, ജർമ്മൻ ഓഫീസർ പറഞ്ഞതാ, ഫോർ ഓവർ 5 years, 5 വർഷത്തിൽ കൂടുതൽ ഈ ഇൻഫേർണോ നമ്മൾ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ്സ് ഒബ്വിയസ്ലി ഗോഡ്സ് വിൽ. ഇത് ഗോഡിൻ്റെ വില്ലാണ്, പ്ലാനാണ്. ഫോർ us ടു സർവൈവ്. നമ്മൾ അതിജീവിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനാണ്. നമ്മൾ മരിക്കാൻ പോകുന്നില്ല ഈ യുദ്ധത്തിൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയ വേർഡ്സാണ് എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളത്, അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ. അല്ലെ ഹോസ്റ്റ്, ദീസ് വേർഡ്സ് റിമൈൻഡ് us ദാറ്റ് ഹ്യൂമാനിറ്റി ഈസ് സ്റ്റിൽ അലൈവ്. ഈ വാക്കുകൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ഹ്യൂമാനിറ്റി സ്റ്റിൽ അലൈവ്, ഇപ്പോഴും എന്താണ്, മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് us ഡ്രീം ബിഗ് ഫോർ എ ബെറ്റർ ടുമോറോ. നാളത്തേക്ക് വേണ്ടി, ഒരു നല്ല നാളേക്ക് വേണ്ടി ഇതെല്ലാം നമ്മളെ എന്താണ്, നമ്മളെ ഡ്രീം കാണാൻ പ്രേരിപ്പിക്കുന്നു, സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നു. വാട്ട് ഓൾ ഹാപ്പൻഡ് വാസ് എ നൈറ്റ് മെയർ. എന്തെല്ലാം സംഭവിച്ചോ അതെല്ലാം ഒരു നൈറ്റ് മെയറാണ്, ഒരു ദുസ്വപ്നമാണ്. ദാറ്റ് വി വിൽ നെവർ എവർ എക്സ്പീരിയൻസ് നോർ വിൽ ദ കമ്മിങ് ജനറേഷൻ. നമ്മളോ ഇനി വരുന്ന ജനറേഷനോ ഒരിക്കലും അനുഭവിക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു നൈറ്റ് മെയറായിട്ട് കഴിഞ്ഞു പോയത്. അതായത് സെക്കൻഡ് വേൾഡ് വാർ ഇനി വരില്ല എന്നുള്ള അർത്ഥത്തിൽ. താങ്ക് യു ഷ്പിൽമാൻ ഫോർ ഷെയറിങ് യുവർ ഇൻസ്പയറിംഗ് സ്റ്റോറി ഞങ്ങളോട് ഷെയർ ചെയ്തതിൽ നന്ദി. ഐ എം ഗ്രേറ്റ്ഫുൾ, എനിക്ക് നന്ദിയുണ്ട് ഫോർ ദ ടൈം യു ടുക്ക് ടു സ്പീക്ക് വിത്ത് മീ. എന്നോട് സംസാരിക്കെടുത്ത ഈ സമയത്തിൽ ഷ്പിൽമാൻ അതിന് താങ്ക് യു എന്ന് പറയുന്നു. സോ ഇത് വളരെ ഷോർട്ടാക്കിയിട്ട് എഴുതിയ പോഡ്കാസ്റ്റാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള പോഡ്കാസ്റ്റ് വളരെ എന്തായിരിക്കും, അത് സ്ക്രിപ്റ്റൊക്കെ എഴുതിക്കാൻ ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷേ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയ ഭാഗം നിന്നിട്ട് അതിനെ ബേസ് കൊണ്ട് എഴുതാനാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇത് ഒരുപാടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.